ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കൊളക്കാട് മല കയറാൻ വേണ്ടി പോവാണ്. അതായത് ഒരു 8 വർഷങ്ങൾക്ക് ശേഷം, ഞാൻ ജനിച്ചിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ കൊളക്കാട് മല കയറാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ പോയത് പുതുഞാറാഴ്ചയാണെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത് ഇപ്പോഴാണ്. വേറൊന്നുമല്ല, എന്റെ മടി കാരണം തന്നെയാണ്. ഞങ്ങൾ ആദ്യം തന്നെ പോയത് പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാനാണ്. ഇവിടെ അധികം പേരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ മല കയറാൻ വേണ്ടി പോകുമ്പോഴും അധികം പേരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 4-ാം സ്ഥലം ഇങ്ങനെ എത്തിയപ്പോൾ തന്നെ നിന്നുരുകാൻ തുടങ്ങി. മലയാറ്റൂർ പോലെ തുറന്നു കിടക്കുന്ന ഒരു സ്ഥലം അല്ലാത്തത് കൊണ്ട് തന്നെ കയറാൻ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടാ. ഒരു കുത്തനെ ഒരു കയറ്റം എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നിന്ന് ഉരുകിക്കൊണ്ടിരിക്കും ഓരോ സെക്കൻഡും. ഞങ്ങൾ പകുതി വഴി എത്തിയപ്പോഴാണ് ഓർത്തത് ഞങ്ങൾ തിരി മേടിച്ചില്ലായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന തിരി തന്നെ എടുത്ത് കത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. നമ്മൾ പകുതി എത്തുമ്പോൾ തന്നെ സ്ഥലങ്ങളൊക്കെ വേഗം കഴിയും. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. കുർബാന തീരാനായിരുന്നു. പിന്നെ ഞങ്ങൾ പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചു. അവിടുത്തെ നേർച്ചയാട്ടോ പാച്ചോറ്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കഴിക്കാം. പിന്നെ കുറച്ചു നേരം പ്രദക്ഷിണം വരുന്നത് നോക്കിക്കൊണ്ടിരുന്നു. നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് നൊസ്റ്റാൾജിക് കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടു. എന്താണെന്നറിയില്ല, ഇതൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും കാണുമ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം. പിന്നെ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ആപ്പിൾ ബലൂണ്. ഇതാകെ അവിടെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മേടിക്കണം ഒരുപാട് വിചാരിച്ചെങ്കിലും അതങ്ങ് നടന്നില്ല. പിന്നെ എവിടെ പോയാലും കൈക്കൊന്തയും കൊന്തയും മേടിക്കുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് അമ്മയുടെ നാട്ടിലെ ഒരു ആൾക്കാരിന്റെ പേരാണ്. അമ്മ ഒരു കണ്ണൂരുകാരിയാണ്. നമ്മുടെ വയനാട്ടിലെ തേയില കാണുന്ന ഒരു ഫീലാട്ടോ ഈ ചപ്പ് കാണുമ്പം. ഓരോ നാടിനും ഓരോ പ്രത്യേകത ഉള്ളത് പോലെ തന്നെ ആയിരിക്കാം. പിന്നെ താഴെ ഞങ്ങൾ എത്തി ഒരു പുത്തമ്പാനയൊക്കെ മേടിച്ചു. ഓടിപ്പടച്ചിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബസ് കിട്ടിയത്. ബസ് കിട്ടിയപ്പോഴാണെങ്കിൽ ഞങ്ങൾ 3 പേരും 3 സീറ്റിലായിപ്പോയി. പിന്നെ ഞങ്ങൾ നാട്ടിലെത്തി. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒരു ബിരിയാണി അങ്ങ് കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു ഗൈസ്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്.